ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രെൻഡ് വിത്ത് ട്രാവൽസ് വേൾഡ്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് വിഷു ആണ്. ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ് കേട്ടോ. ഈ വീട് ഞാൻ ഇതുവരെ കാട്ടിയിട്ടില്ല നിങ്ങൾക്ക്. നമ്മൾ നിലമ്പൂർ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇവിടെ നിന്ന് ആണ് പോയത്. പക്ഷേ ഈ വീട് ഇതുവരെ കാട്ടിയിട്ടില്ല. വീട് കാണിക്കാനല്ല ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ വിഷുവിന് നിങ്ങളൊന്ന് വിഷ് ചെയ്യാനാണ്. എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് അധികം ആയിട്ടില്ല, 20 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും തന്നെ ആയതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളെ ഉപകാരങ്ങളും കാര്യങ്ങളും ഒന്നും കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് എന്താ പ്രത്യേകിച്ച് നമ്മളിതേ പുതിയ ഡ്രസ്സ് ഇട്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ടോപ്പും പിന്നെ അതിൻ്റെ അടിയിലൊരു 3/4 ആയിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെന്താ, പിന്നെ വിഷുവായിട്ട് വിഷുക്കണിയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയൊരു പലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് പോവാം. ഇന്ന് എന്ത് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് യാതൊരുവിധ പിടിയും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് വാട്സൈറ്റിനിടെ ആ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക് മിക്സിങ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പല കളറൊന്നും ഇല്ല. സോ ഞാൻ പാലറ്റ് വാങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. രാവിലെ തന്നെ ദേ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങറിയാണ് ഉണ്ടായിരുന്നത്. ചപ്പാത്തി ഉരുളക്കിഴങ്ങറിയും കഴിച്ച് നമ്മുടെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ദേ കിച്ചണിലേക്ക് നടന്ന് പോവാണ്. ഇവിടെ ദേ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. സബോള, നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഒരു കേക്കാണ് കഴിക്കണേ. യെസ്, അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഹാക്ക് ട്രൈ ചെയ്തു. ഇങ്ങനെ ടാപ്പ് ചുറ്റും ഒട്ടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ലിപ്പിൻ്റെ ഷേപ്പിൽ വരും എന്നായിരുന്നു ഹാക്ക്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് എൻ്റെ ചുണ്ടിന് ചേരുന്നു, ഒത്തിരി പേര് പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. then നമ്മളിത് ഉലിക്കുകയാണ് കേട്ടോ. ഉലിച്ചപ്പോൾ കുഴപ്പമില്ല. മൂക്കിൻ്റെ അവിടെ ആ കുഴീൻ്റെ ഭാഗത്ത് മാത്രം നൈസായിട്ടൊന്ന് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ റെഡിയാണ്. ഓക്കെ, ഇത് സക്സസ് ആണ്. പിന്നെ അതേ നമ്മൾ മാളികപ്പുറം സിനിമ കാണുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ അടുത്ത പണി ഇനി ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഇതേ വിഷു പ്രമാണിച്ച് നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും 2-3 കുഞ്ഞനുജത്തിമാരും കൂടായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ഞാനാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ ക്യാമറയിൽ വരാൻ ഭയങ്കര നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വായോ, കുഴപ്പമില്ല, എൻ്റെ ചാനലല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വരണില്ല. പിന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറണം, അത് കഴിയുമ്പോൾ ഇങ്ങനെ ആക്കി ബാക്കിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് വരണില്ല. അതെ, ഞാൻ അങ്ങനെ നമ്മുടെ ഡാൻസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞത്തിനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ വായോണ്ട് ഹായ് പറഞ്ഞു. അപ്പോൾ കൈകൊണ്ട് പറയാൻ പറഞ്ഞപ്പോൾ അതേ കാണിച്ചിട്ടോ എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളിതേ സദ്യ ഉണ്ണാനുള്ള വാഴലയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതേ കൊണ്ടുവന്നു. ഇനി നമ്മളിതേ ഇവിടെ കിച്ചണിൽ ഒരു ടേബിൾ ഉണ്ട്, അവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചു. കാരണം നല്ല തളിരലാണ്. നമുക്കിതേ ഇവിടെ ചോറുണ്ട്, മുട്ടക്കറി ഉണ്ട് കേട്ടോ. പിന്നെ ദേ കടലുപ്പേരി, കടച്ചക്ക ഉപ്പേരി, പിന്നെ സാമ്പാർ, പിന്നെ അവിയൽ, പിന്നെ ദേ ഈ ടിന്നിൽ പപ്പടമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇരുമ്പാമ്പുളി അച്ചാർ, പിന്നെ നമ്മുടെ മാങ്ങച്ചാർ, പിന്നെ നമ്മുടെ സ്വന്തം. അപ്പോൾ ഇനി ഞാൻ ഉണ്ടിട്ട് വരാം കേട്ടോ. ഇത്രയാണോ ഉള്ളത്. ഞാൻ കൺക്ലൂഷൻ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ ഓടി വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പം എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച്. അപ്പം ഞാൻ പറയുമെന്ന് പറഞ്ഞു, പക്ഷെ അവൾ പറയണില്ല. ദെൻ ഇപ്പോൾ ഇറ്റ്സ് ട്രെൻഡ് വിത്ത് ട്രാവൽസ് വേൾഡ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കമൻറ്റിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് അധികം അങ്ങനെ റീച്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിട്ട ഏതോ ഒരു ഷോർട്സിന് 2.1K വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.